ദശലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന റെയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് CF അഥവാ സിസ്റ്റിക് ഫൈബ്രോസിസ്. മനുഷ്യ ശരീരത്തിലെ ശ്വാസകോശത്തെയോ ദഹന വ്യവസ്ഥയോ ആണ് ഇത് ബാധിക്കുന്നത്. CF പേഷ്യൻറ്റിൻ്റെ ലൈഫിനെ ആധാരമാക്കി 2018 ഒരു ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി. ആ ചിത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. 2018 മിക്കി ഡോട്ടറിയും ടോബിയസ് ഇയാക്കോണിസും ചേർന്ന് സ്ക്രീൻ പ്ലേ എഴുതി ജസ്റ്റിൻ ബാൽദോയുടെ സംവിധാന മികവിൽ 5 ഫീറ്റ് അപ്പാർട്ട് എന്ന ടൈറ്റിലൊരു ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി. CFൽ സഫർ ചെയ്ത ക്ലെയർ മില്ലാൻഡിന്റെ ജീവിതത്തെ ഇൻസ്പയർ ചെയ്താണ് 5 ഫീറ്റ് അപ്പാർട്ട് ഒരുങ്ങിയിട്ടുള്ളത്. ഇനി കഥയിലേക്ക് നോക്കിയാൽ, കഥയിലെ നായിക സ്റ്റെല്ല സിസ്റ്റിക് ഫൈബ്രോസിസ് പേഷ്യൻ്റാണ്. അതിനെ തുടർന്ന് സ്റ്റെല്ല ഏകദേശം എല്ലാ സമയവും ട്രീറ്റ്മെൻറ്റിനായി ഹോസ്പിറ്റലിലാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. സ്റ്റെല്ല ജീവിതത്തെ ആസ്വദിച്ചു വരുന്ന ഒരു പെൺകുട്ടിയാണ്. സ്റ്റെല്ലയുടെ ലങ്സിനാണ് CF ബാധിച്ചിരിക്കുന്നത്. ഒരു ലങ്സ് ഡോണറിനെ കിട്ടിയാൽ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ സ്റ്റെല്ലയ്ക്ക് സാധിക്കും. ഒരു ഡോണറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സ്റ്റെല്ലയും സ്റ്റെല്ലയുടെ പാരൻസും. ഹോസ്പിറ്റലിലെ ആളുകളോട് നല്ലൊരു ബന്ധം സ്റ്റെല്ല പുലർത്തിയിരുന്നു. അവിടെ സ്റ്റെല്ലക്കുണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് പോ. തൻ്റെ ദിവസങ്ങളെക്കുറിച്ച് വിവരിക്കാനായി സ്റ്റെല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു. എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെന്ന് സ്റ്റെല്ല ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരു ടൈം ലൈനിൽ പോകുന്ന കഥയുടെ ഈ ഗതിയെ വിൽ എന്ന കഥാപാത്രം വരുന്നതോടുകൂടെ മാറിമറിയുന്നുണ്ട്. വിൽ ഇവരുടെ ഇടയിൽ വരുത്തുന്ന സ്വാധീനങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കഥ പറയുന്നത്. ലങ്സിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ മെഡിക്കേഷൻ ട്രയൽസിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടതാണ് വില്ലിനെ. വിൽ അവിടെയുള്ള മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി അഡ്വഞ്ചറസും ധൈര്യമുള്ളവനുമാണ്. വില്ലും സ്റ്റെല്ലയും ആദ്യമായി പരിചയപ്പെടുന്നത് നവജാത ശിശുക്കളുടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നാണ്. പിന്നീട് അവർ കൂടുതൽ പരിചിതരായി മാറി. അവർ തമ്മിലുള്ള ബന്ധം കൂടി വരികയും ചെയ്യുന്നു. തൻ്റെ ഡ്രഗ് ട്രയൽസിന് വേണ്ടിയാണ് വിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത് എങ്കിലും തൻ്റെ മെഡിസിൻ റെജിമാൻ വിൽ പ്രോപ്പറായി ചെയ്തിരുന്നില്ല. സ്റ്റെല്ല ഇത് കണ്ടെത്തുകയും ശേഷം സ്റ്റെല്ലയോടൊത്ത് വില്ലിനെ വീഡിയോ കോളിങ്ങിലൂടെ തൻ്റെ മെഡിസിൻ കഴിക്കുവാൻ നിർബന്ധിതനാക്കുകയും ചെയ്യുന്നു. വില്ലിൻ്റെയും സ്റ്റെല്ലയുടെയും ബന്ധം സൗഹൃദത്തിനപ്പുറത്തേക്ക് വളർന്നു വരുന്നു. അവർക്ക് മുകളിലുണ്ടായിരുന്ന റൂളാണ് 6 അടിയിൽ കൂടുതൽ അടുക്കാൻ പാടില്ല എന്നത്. ഇത് അവർ കീപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നീടുള്ള അവർ തമ്മിലെ രസകരമായ നിമിഷങ്ങളാണ് ചിത്രം കാണിച്ചു തരുന്നത്. കഥയിൽ പോ എന്ന കഥാപാത്രത്തിന്റെ ഇടപെടൽ സ്റ്റെല്ലയെയും വില്ലിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. പോ നൽകുന്ന ഇമോഷണൽ ബ്രേക്ക് ഡൗൺ പ്രേക്ഷകനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ആകെ 2 മണിക്കൂറിനടുത്താണ് ചിത്രം വരുന്നത്. ചിത്രത്തിലെ പശ്ചാത്തല സംഗീതങ്ങൾ നല്ല രീതിയിൽ ആ കഥാസന്ദർഭം വിവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈനിലൂടെയും ഇമോഷനിലൂടെയും പ്രേക്ഷകന്റെ മനസ്സിനെ പിടിച്ചെടുക്കാൻ ചിത്രത്തിന് സാധിക്കുന്നു. കഥ അവസാനം വില്ലിൻ്റെയും സ്റ്റെല്ലയുടെയും ഇടപെടലുകളും ടച്ചിനെ കുറിച്ച് സ്റ്റെല്ല വിവരിക്കുന്നതും പ്രേക്ഷകനെ സ്വാധീനിക്കുന്നവയാണ്. വില്ലിനെയും സ്റ്റെല്ലയെയും പ്രേക്ഷകന്റെ മനസ്സിനെ തൊട്ടറിയിപ്പിക്കാൻ കോൾസ്പ്രോസിനും ഹെലിലു റിച്ചാർഡ്സനും കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. മോയ്സസ് ആറിയസ് അവതരിപ്പിച്ച പോ എന്ന കഥാപാത്രത്തെയും മറക്കാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും 5 ഫീറ്റ് അപ്പാർട്ട് ഒരു നല്ല സിനിമ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ടിയർ ജെക്കിംഗ് മൊമെൻറ്റ്സുകളും ഹാർട്ട് ബ്രേക്കിംഗ് സീൻസും ടച്ചിങ് ആയിട്ടുള്ളതും പ്രണയവും എല്ലാം ഒത്തിണക്കി ഒരുക്കിയ ജസ്റ്റിൻ ബാൽഡോനിയുടെ നല്ലൊരു വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കുന്ന ചിത്രം തന്നെയാണ് 5 ഫീറ്റ് അപ്പാർട്ട്. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായും അത് ഇഷ്ടപ്പെടും. IMDb റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 5 ഫീറ്റ് അപ്പാർട്ടിന് 10ൽ 7.2 റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുറന്ന് നോട്ടിഫൈ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബും ശ്രദ്ധയിൽപ്പെടുത്തുക.